ഒന്ന്, ടൂറിസത്തിന് വലിയൊരു സാധ്യതയുണ്ട്. രണ്ട്, IT കമ്പനികൾക്ക് വേണ്ടി ചെറിയ സേവനങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ചെറിയ ചെറിയ IT കേന്ദ്രങ്ങൾ, സ്ഥാപനങ്ങൾക്ക് അതിന് വലിയൊരു സാധ്യതയുണ്ട്. ആരോഗ്യ ടൂറിസത്തിൻ്റെ വലിയൊരു സാധ്യതയുണ്ട്. കാരണം ഇവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്കും മറ്റൊക്കെ വിദേശത്തു നിന്ന് ആൾക്കാർ ചുരുങ്ങിയ ചെലവിൽ അവിടെ നടത്താൻ വമ്പച്ച കാശ് വേണ്ടി വരുന്ന പല ചികിത്സകൾക്കും വേണ്ടി ഇങ്ങോട്ട് വരുന്ന ഒരവസ്ഥയുണ്ട്. അതൊന്നും കൂടി പോഷിപ്പിക്കാൻ കഴിയും. വിദ്യാഭ്യാസ കച്ചവടത്തിന് വലിയ സാധ്യതയുണ്ട്. അങ്ങനെ ഇത്തരം പുതിയ മേഖലകളിലാണ് ഇനി കേരളത്തിൻ്റെ ഭാവി നിൽക്കുന്നത്. പുതിയ തലമുറയ്ക്ക് ഇവിടേക്കാണ് ഇനി തൊഴിൽ പ്രവേശിക്കാൻ പോകുന്നത് എന്നൊരു നിലയിലേക്ക് എത്തിച്ചേരും. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. CPM-ന്റെ കണ്ണൂർ ലോബിയെക്കുറിച്ചൊക്കെ സാധാരണ പത്രങ്ങൾ വരാറുണ്ട്. ഈ കണ്ണൂർ ലോബിയുടെ സവിശേഷത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. കൃത്യമായിട്ട് ഈ എല്ലാ മേഖലകളിലും ബിനാമി പണം മുടക്കി അതിലൂടെ പുതിയൊരു സാഹചര്യം ഒരുക്കിയെടുക്കുകയാണ് ഈ കണ്ണൂർ ലോബി പ്രധാനമായിട്ട് ചെയ്തിരിക്കുന്നത്.